Hi dears, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇലമൈലാഞ്ചി അരച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചോപ്പിച്ചെടുക്കാന്നുള്ള ട്രിക്കാണ് കേട്ടോ. ഇപ്പോൾ പെരുന്നാളാണ് വരുന്നത്, അപ്പോൾ എല്ലാവരും മൈലാഞ്ചിയിൽ അരച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ മൈലാഞ്ചി പൊടിയൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ലത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുറത്തൊക്കെ ഉള്ളവർക്ക് മൈലാഞ്ചിയില കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ളവർക്ക് മൈലാഞ്ചി പൊടി തന്നെ നല്ല ബ്രാൻഡ് നോക്കി യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഇലമൈലാഞ്ചി നമുക്ക് എങ്ങനെ പെട്ടെന്ന് നല്ല ഒറ്റ ട്രിപ്പിൽ തന്നെ നല്ല ചോപ്പാക്കി എടുക്കാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവുകയാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയല്ലോ. അപ്പോൾ ആദ്യം ഞാനൊരു സോസ് പാനിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ വെള്ളം അത്യാവശ്യം ഒന്ന് അങ്ങ് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കരാമ്പൂ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 10-15ഓളം കരാമ്പൂ എടുത്തിട്ടുണ്ട്. എന്നിട്ടുണ്ടല്ലോ ഈ കരാമ്പൂ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒരു 3-4 മിനിറ്റോളം കരാമ്പൂ തന്നെ തിളച്ച് വരണം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ചായയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം കരാമ്പൂ നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് ഇറങ്ങി വരണം കേട്ടോ. അപ്പോൾ കണ്ടോ, നന്നായിട്ട് തന്നെ തിളച്ച് വന്നപ്പോൾ അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് വെള്ളത്തിൻ്റെ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ചായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏത് ചായപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതും കൂടി ചേർത്ത് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് ഇതൊരു 1/4 ഗ്ലാസ് ആയിട്ടൊന്ന് വറ്റി വരണം. അത്രയ്ക്ക് സമയം നമ്മളിത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഞാനൊന്ന് അരിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഞാനിപ്പോൾ മൈലാഞ്ചിയുടെ ഇല പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് മൈലാഞ്ചി ഇല നമ്മളെപ്പോഴും എടുക്കുമ്പോൾ അധികം മൂത്ത ഇല എടുക്കാതെ നോക്കണം കേട്ടോ. കാരണം എപ്പോഴും തളിരിലാണ് നല്ലത്. നമുക്ക് മൈലാഞ്ചി അരച്ചിടുമ്പോൾ അന്നാളാണ് നല്ലൊരു കളർ കിട്ടുള്ളൂ. മൂത്ത ഇല നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു കളർ കിട്ടില്ല കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. മൈലാഞ്ചി ഇല നമ്മൾ അരച്ചിടുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ ആദ്യം ഒന്ന് അങ്ങ് കറക്കിയെടുക്കാം കേട്ടോ. ഒറ്റ കറക്കെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് മാക്സിമം നമ്മൾ എത്ര അരച്ചെടുക്കാൻ പറ്റുമോ അത്രയും ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളമില്ലേ അത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ പേസ്റ്റ് പോലെ ഒന്ന് അങ്ങ് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം അതിന് മാത്രം ഉണ്ടാവും. ഞാൻ അത്രയ്ക്ക് ഇല എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടോ, ഞാനിത് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അരച്ചെടുത്ത സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നല്ല കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഈ ഒരു സമയത്തും നല്ല കളർ തന്നെ കിട്ടും. പക്ഷേ ഒറ്റ പ്രാവശ്യത്തെ ഇടലിൽ നമുക്ക് നല്ല കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ ഇത് നമ്മൾ ഉപയോഗിക്കാതെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക. കണ്ടോ, ഈ ഒരു സമയത്താണെങ്കിലും അതേ നല്ല കളറൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടേ ഉള്ളൂ. കണ്ടോ, എൻ്റെ കൈ അത്യാവശ്യം ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലൊരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മൈലാഞ്ചി ഇപ്പോൾ ഒരു 2 മണിക്കൂറായി. കണ്ടോ, അതിൻ്റെ ആ ഒരു പച്ച കളറൊക്കെ ഒന്ന് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വിരലിലോ അതുപോലെ അല്ലെങ്കിൽ കയ്യിലോ എവിടെ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തന്നെ നഖത്തിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ചുമന്ന് വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കുക. ഒരു 4-5 മണിക്കൂറെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. പെട്ടെന്നൊന്നും അങ്ങ് കഴുകി കളയരുത്. ഒരു 5 മണിക്കൂറെങ്കിലും മിനിമം വെച്ച് കൊടുക്കണം. ഏറ്റവും നല്ലത് നമ്മൾ രാത്രിയാണ് ഇട്ട് കിടക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ലൊരു കളർ തന്നെ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നപ്പോൾ ഞാൻ ഈ ഒരു നാരങ്ങയിൽ ഒരു കോട്ടൺ വെച്ചിട്ട് ഒന്ന് ദിമ്മലൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റ പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതും കൂടി ഒന്ന് ഉണങ്ങാതെ വരെ നമുക്ക്, അതായത് ഒന്ന് ഡ്രൈ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴാണ് നല്ലൊരു കളറ് കിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എല്ലാത്തിലും ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിതാ വെള്ളത്തിൽ നിങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ കഴുകിയെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഫസ്റ്റ് യൂസ് തന്നെ നല്ല കളറാണ് കിട്ടുക. കണ്ടോ, എൻ്റെ നഖം നന്നായിട്ട് തന്നെ ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനേക്കാളും നല്ല ഡാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഇട്ട് കൊടുത്താൽ നല്ല കട്ട കറുപ്പ് കളറായിട്ട് വരും കേട്ടോ. പക്ഷേ അത് നമ്മൾ മൈലാഞ്ചി കഴുകി കളഞ്ഞ് ആ ഒരു ദിവസം തന്നെ ഇട്ട് കൊടുക്കരുത്. പിറ്റേ ദിവസത്തേക്ക് ഇതൊന്നും കൂടി നല്ല ഡാർക്ക് കളറായിട്ട് വരും. അപ്പോൾ വേണം നമ്മൾ ഒന്നും കൂടി ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ കഴുകി കളഞ്ഞ് വൃത്തിയായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഇനി നമുക്ക് പിറ്റേ ദിവസത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിറ്റേ ദിവസം അത്യാവശ്യം നല്ല കളർ തന്നെ കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒന്നും കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് ഓവർനൈറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. കണ്ട, എൻ്റേത് ഇത് പിറ്റേ ദിവസമായപ്പോൾ ഒന്നും കൂടി നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഓവർനൈറ്റ് ഒന്നും വെക്കണ്ട, നമുക്കൊരു 3-4 മണിക്കൂറും കൂടെ ഒന്ന് ഇതുപോലെ പകൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല കളറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതേ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും അതുപോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.